ഹലോ ഗായ്സ്, അപ്പൊ എൻ്റെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വ്ളോഗ് ഒരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. ഞങ്ങളിത് അമ്പലത്തിലോട്ട് പോയി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്, നീലു ബേബീന്റെ പിറന്നാളാണ് ഇന്ന്. അങ്ങനെ ഒരു വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല. ആക്ച്വലി നീലുവിന്റെ ബർത്ത്ഡേ വ്ളോഗ് വരുന്നുണ്ട്, കുറച്ച് എഡിറ്റിംഗ് കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഞങ്ങളതേ വൈകിട്ട് രോഹിത്തേട്ടൻ ദേ വന്ന്, ഞങ്ങള് ചെറിയ മഴയുണ്ടാവും, ഞങ്ങളത് കാർ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് അമ്പലത്തിൽ പോകണം. ഞങ്ങൾ ചങ്ങമ്പുഴ പാർക്കിന്റെ അവിടെ ഒരു കൃഷ്ണൻകോവിലുണ്ട്, അപ്പോ അവിടെയാണ് ഞങ്ങൾ പോണേ. അപ്പോൾ അത്യാവശ്യം മഴയുണ്ട് പുറത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാം. ആക്ച്വലി നമ്മൾ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചല്ല, പിന്നെ ഞാൻ വിചാരിച്ചാൽ എന്തായാലും വ്ളോഗ് എടുക്കാൻ ഞങ്ങൾ പുറത്ത് പോവല്ലേ, അപ്പോൾ വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഇത് എടുക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളിത് ഈ അമ്പലത്തിലെത്താനായി. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്, നല്ല സമയം എടുത്തിട്ട്. നമുക്ക് കുറച്ചും കൂടെ അടുത്താണ്, പക്ഷെ എന്നിട്ട് പോലും നമുക്ക് കുറച്ച് സമയം എടുത്തു. വെച്ചാൽ നല്ല മഴയ്ക്കുള്ള ഒരിതുണ്ട്, മീൻസ് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് അങ്ങനെ. അപ്പോ നല്ല ബ്ലോക്ക് ഉണ്ട്, എവിടെ ചെന്നാലും ബ്ലോക്കാട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് നീലുവിന്റെ പിറന്നാൾ ആയതുകൊണ്ടാണ് പിന്നെ മഴയൊന്നും നോക്കാണ്ട്. സാധാരണ ഞങ്ങൾ മഴയാണ് അമ്പലത്തിലൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ട് മഴയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോവാറില്ല. പക്ഷെ ഇന്ന് നീലുവിന്റെ പിറന്നാൾ കൂടെ ആയതുകൊണ്ടാണ് പിന്നെ എന്തായാലും അമ്പലത്തിൽ പോയേ പറ്റൂ. അങ്ങനെ നിങ്ങൾ എങ്ങനത്തെ മീൻസ് എങ്ങനെയാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക? ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമാണോ നോക്കുക, അതോ നാളാണോ നോക്കുക? ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ നോക്കി സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ, നമ്മൾ നാളൊന്നും അങ്ങനെ നോക്കാറില്ല. പക്ഷെ നീലു ബേബിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും നോക്കും, നാളും നോക്കും. അവള് ബേബിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾ എന്താ ഇങ്ങനെ നാള് നോക്കുവോ അതോ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ നോക്കുള്ളൂ? അപ്പൊ നിങ്ങൾ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുക, എന്താ നോക്കാന്ന് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ദേ ഞങ്ങളിതേ അമ്പലത്തിലെത്തി, ഇത് ഇറങ്ങാണ്. ചെറിയ മഴയുണ്ട്. ഞങ്ങളിതേ അടുത്ത് പോത്തീസിലേക്കാട്ടോ പോണേ. മീൻസ് നീലു ബേബിക്ക് ഡൈപ്പറൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞങ്ങൾ എപ്പോഴും ഡൈപ്പർ എടുക്കുക പോത്തീസിൽ നിന്ന് തന്നെയാണ്, എപ്പോഴും അതാട്ടോ. ഡൈപ്പർ കഴിയുമ്പോൾ പോത്തീസിൽ നിന്ന് തന്നെ എടുക്കുക. ഞങ്ങൾക്ക് വീടിൻ്റെ അടുത്താണ് പോത്തീസ്, ഞങ്ങൾക്ക് എന്തുകൊണ്ടും എളുപ്പം പോത്തീസ് ഇപ്പോൾ എടുക്കുന്നത്. അതായത് പോത്തീസിൽ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഡൈപ്പറിനൊക്കെ. മീൻസ് മിക്കവാറും ദിവസങ്ങളിലും ഓഫർ ഉണ്ട്, പക്ഷെ ചില സ്പെഷ്യൽ സമയങ്ങളിൽ ദീപാവലി അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഓഫർ കിട്ടും. ഡൈപ്പറിന് എപ്പോഴും ഓഫർ ഉണ്ട് കേട്ടോ പോത്തീസിൽ. അപ്പം ഞാൻ എപ്പോഴും പോത്തീസിൽ നിന്ന് തന്നെ എടുത്തത്. ഞങ്ങളങ്ങനെ ഡൈപ്പർ ഓൺലൈനിൽ നിന്ന് എടുക്കുന്നത് ഭയങ്കര കുറവാണ്, കൂടുതലും പോത്തീസിൽ നിന്ന് തന്നെ കേട്ടോ എടുക്കുക. അപ്പം ഞങ്ങളിത് അടുത്ത് പോത്തീസിലേക്കാണ് പോകണം. അത് എത്തി പോത്തീസ്. ഇനി ആക്ച്വലി ഞങ്ങൾക്ക് പോത്തീസിൽ വന്നാൽ ഈ വണ്ടിയിൽ കയറി പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴും ഇവിടെ എത്തുമ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ ഈ വണ്ടി വരണേ 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 എന്ന്. ഭയങ്കര രസമാണ്. വേറൊരു നൊസ്റ്റാൾജി എന്ന് വെച്ചാൽ ഞങ്ങൾ പളനി പോയപ്പോഴും സെയിം ഇതുപോലത്തെ ഒരു വണ്ടി കയറി. ഇതിന്റെ ബാക്കിൽ കയറിയപ്പോൾ ഞങ്ങൾ വീടാനും പോയി. അതാണ് ഞങ്ങളുടെ ഒരു നൊസ്റ്റാൾജി. ഇത് കയറുമ്പോൾ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ ഈ വണ്ടി കയറി ഇങ്ങനെ പോകുമ്പോൾ. എന്തോ ഒരു പ്രത്യേക ഒരു ഫീൽ, നല്ല രസമാണ് ഈ വണ്ടിയിൽ പോവാൻ. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു റൈഡ്. കുറച്ച് സമയം ഉള്ളെങ്കിൽ പോലും നൈസാണ് കേട്ടോ. ഈ കയറ്റത്തിലും ഇറക്കത്തിലും ഒരു ഇത്തിരി സീനാണ്, പക്ഷെ എങ്കിൽ പോലും സംഭവം ഭയങ്കര വൈബാണ് കേട്ടോ. നീലു ബേബി കുറച്ച് കലിപ്പിലായി. മീൻസ് അവൾക്ക് എന്തൊക്കെയോ മിഠായിയൊക്കെ വേണം, പക്ഷെ ഞാൻ എനിക്ക് ആ ക്യാൻഡി വാങ്ങിച്ചു കൊടുക്കണോട് താല്പര്യത്തോണ്ട് എടുത്തു കൊടുത്തില്ല. അതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ് നീലു ബേബി. ആക്ച്വലി എല്ലാ മിഠായിയും കണക്കൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാൽ പോലും അതിൽ ഭയങ്കര കളറുള്ള ഒരു ടൈപ്പ് ലോലിപോപ്പ് ഉണ്ട് ഇവിടെ. എനിക്കത് അത്ര താല്പര്യമില്ല. ഇവിടെ എപ്പോൾ വന്നാലും അതിന് തന്നെ കിടന്ന് പിടിക്കും.
അതിന് തന്നെ ഇപ്പൊ കരഞ്ഞു. രോഹിത്തേട്ടൻ എന്തൊക്കെയോ കാര്യമായിട്ട് നോക്കണുണ്ട്. എന്താന്ന് എനിക്കറിയില്ല കേട്ടോ, വെറുതെ നോക്കണതാ. എന്നിട്ട് ഒരു ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഇപ്പം എടുക്കും. ഈ ജഗ്ഗണ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇതിൻ്റെ റേറ്റ് എത്ര? 266. ഇത് സംഭവം ഫൈബറോ പ്ലാസ്റ്റിക് എന്തോ കേട്ടോ, ആ വിലക്കുള്ളതൊന്നുമില്ല. ഇപ്പം ഇതെന്താ? ഇത് ഓയിലിൻ്റെ സംഭവം കേട്ടോ. ഇവിടെ നിന്ന് കുറേ ക്യൂട്ട് സാധനങ്ങൾ കിട്ടും, കുറേ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കുറേ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ട്. ആക്ച്വലി എനിക്കൊരു സ്പ്രേ ബോട്ടിൽ വേണം. സ്പ്രേ ബോട്ടിൽ നിൽക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അവിടെ. ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നു. ഞങ്ങളിതേ പോത്തീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. വെച്ചാൽ മഴ മീൻസ് എപ്പോൾ വേണം നല്ലോണം പെയ്യുക. അപ്പം അതിനു മുമ്പേ വീട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന് തോന്നി. റിസ്ക് എടുക്കാൻ വയ്യ. നീലു ബേബി കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഡിന്നർ ഞങ്ങളിനി എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി മഴയത്ത് പോയി കഴിക്കുക നീലുവിനെയും കൊണ്ട് അത്ര പോസിബിളൊന്നും അല്ല. അപ്പം ഞങ്ങളിത് വീടെത്താനായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.